വി.എൻ. ഭാസ്കർ ഇത്രയും നേരം സംസാരിച്ചു. ക്ഷമിക്കണം, അനിൽ ബോസ്. അല്ല, കോൺഗ്രസിനെ കുറിച്ച് വിമർശിക്കട്ടെ. വിമർശിക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. പറഞ്ഞില്ല കഴിഞ്ഞ NSS ആസ്ഥാനത്ത് പോയി കിടക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് പറയുന്നതിനോട് ഞങ്ങൾ NSS ആസ്ഥാനത്ത് മാത്രമല്ലല്ലോ പോകുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഹസ്കറിനുണ്ട്, അത് ഹസ്കർ തിരുത്തണം. SNDPO ആസ്ഥാനത്ത് പോകുന്നവരാണ് ഞങ്ങൾ. സംശയം എന്താ കാര്യത്തിൽ? ശിവഗിരിയിൽ പോകുന്നവരാണ് ഞങ്ങൾ. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും ആത്മീയ കേന്ദ്രമല്ലേ ശിവഗിരി. ഞങ്ങളുടെ ആരാ പോകാത്തത്? രാഹുൽ ഗാന്ധി പോയില്ലേ? സോണിയാഗാന്ധി പോയില്ലേ? രാജീവ് ഗാന്ധി പോയില്ലേ? ഇന്ദിരാഗാന്ധി പോയില്ലേ? ഞങ്ങളെല്ലാവരും ചെറുതും വലുതുമായ മുഴുവൻ ആളുകളും പോകുന്ന ഇടമാണെന്നേ. എല്ലാ വർഷവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ശിവഗിരി സന്ദർശിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് നേതാവുണ്ടോ? ഞങ്ങളെല്ലാവരും പോവും, ശിവഗിരി പോവും. ഞങ്ങൾ SNDPO ജനറൽ സെക്രട്ടറിയെ കാണേണ്ട സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ട്. വിയോജിപ്പുകൾ ഉണ്ടാവാം ചില സന്ദർഭങ്ങളിൽ. അതൊരു സമുദായവുമായി മാത്രമല്ലല്ലോ, അല്ലെ ഒരു നേതാവുമായി മാത്രമല്ലല്ലോ വിയോജിപ്പുകൾ ഓരോ വിഷയത്തിലും ഉണ്ടാകുന്നത്. വ്യത്യസ്തമായ എത്രയോ അനുഭവങ്ങളുണ്ട്. NSSുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. NSSുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നേ. NSS ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അഭിപ്രായം മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യം വരുമ്പോൾ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. അത് അപ്പം തന്നെ പരിഹരിക്കുമല്ലോ. അതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു കെ സുധാകരനുണ്ട്, പേരിനൊരു കെ സുധാകരനുണ്ട്. അതിലപ്പുറം എന്താണ്? കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ MLA-മാർ ജയിച്ചു വരുന്നവർക്കാണ് ആ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സമുദായം തീരുമാനിക്കുന്ന കാര്യമല്ല. ഇനി അങ്ങനെ തന്നെ ജയിച്ചു വന്നാൽ ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, R. ശങ്കർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? SNDPO ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ? അല്ലേ? നിങ്ങൾക്ക് തർക്കമുണ്ടോ അക്കാര്യത്തിൽ? SNDPO ജനറൽ സെക്രട്ടറി ആയിരുന്ന, SNDPO നേതാവായിരുന്ന, കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഒരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പാർട്ടിയോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഈഴവർക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനും ആ മുഖ്യമന്ത്രി കസേര തെറിക്കാതിരിക്കുന്നതിനും ഏറ്റവും സഹായം ചെയ്ത കാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള വ്യക്തിയല്ലേ SNDPO ജനറൽ സെക്രട്ടറി? ഞങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണവും വിയോജിപ്പും ഉണ്ടെങ്കിൽ പറയുന്നതിന് ആരെയും ഭയമില്ല, ഞങ്ങൾ പറയും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പിണറായി വിജയനെ അധികാരത്തിൽ വരുത്താനും പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാനും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുത്താനും വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇവർക്ക് മിടുമിടുക്കൻ. അതിനുശേഷം ആക്ഷേപിക്കുന്നതിൽ പുലഭ്യം പറയുന്നതിൽ എന്താ കാര്യം? ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചു, SNDPO പ്രസിഡന്റ് ആയിരുന്ന KK വിശ്വനാഥനെ ഗവർണറാക്കിയതാരാ? കോൺഗ്രസ് പാർട്ടിയല്ലേ? ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ലേ MK രാഘവൻ? SN സെക്രട്ടറി ആയിരുന്നു, SNDPO ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരളത്തിൽ മന്ത്രിയായിരുന്നില്ലേ, കോൺഗ്രസിന്റെ MLA ആയിരുന്നു. ഇനി പാർട്ടി BDS ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ കഥകളെ ഹസ്കർ പറയുന്നുള്ളെങ്കിൽ പഴയ കഥ ഞാൻ പറയാം. SRP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിരുന്നു SNDPO-ത്തിന്. ഞങ്ങളുടെ ഘടകകക്ഷിയായിരുന്നേ. NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടായിരുന്നു, NDP, ഞങ്ങളുടെ ഘടകകക്ഷിയായിരുന്നേ. ആ രണ്ട് പാർട്ടികളും പിന്നീടില്ല. അപ്പൊ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറുമ്പോൾ ചില സംഘടനകൾ വളരും, ചില സംഘടനകൾ താഴെ പോകും. അത് വെച്ച് നമ്മൾ ഉലഭ്യം പറയേണ്ട കാര്യമില്ല. നമ്മൾ വസ്തുതാപരമായി ചർച്ച ചെയ്യുക. ഇടതുപക്ഷ മുന്നണിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ തിരുത്തണമെന്ന് പറയാൻ ആർജവമില്ലാത്ത ആളുകൾ ഇവിടെ വന്നിരുന്നിട്ട് മറ്റൊരാളുടെ തലയിൽ ഈ പാഹ്വാരം കെട്ടിവെച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുമെന്നേ. ഇവിടെ പിന്നെ മറ്റൊരു കാര്യം, SNDPO ജനറൽ സെക്രട്ടറി ആവട്ടെ, NSS ജനറൽ സെക്രട്ടറി ആവട്ടെ, മറ്റേതെങ്കിലും മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരുടെ നിങ്ങൾ എടുക്കൂ, അവരുടെ സഭയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ അതിനനുസരിച്ചല്ലേ അവരൊക്കെ ഓരോ ഘട്ടങ്ങളിൽ അഭിപ്രായം പറയുന്നത്. അത് പറയാൻ അവരുടെ സ്വാതന്ത്ര്യമല്ലേ. നമ്മുടെ പാർട്ടിയുടെ താല്പര്യം അനുസരിച്ച് അവർ അഭിപ്രായം പറയണമെന്ന് ശടിക്കാൻ നമുക്കെന്താ കാര്യം? അങ്ങനെ അനുകൂലമായ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ SNDPO യോഗം വിളിക്കും, അല്ലെ NSSന്റെ യോഗം വിളിക്കും എന്ന് പറയാൻ ഇവർക്കാരാ ആചാരം കൊടുത്തിരിക്കുന്നത്? അതൊന്നുമല്ല ജനാധിപത്യ ക്രമത്തിലെ ശരിയായ രീതി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ SNDPO പോയി ഫ്രാക്ഷൻ മീറ്റിംഗ് വിളിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ മനസ്സുണ്ടെന്ന് പറയുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞതോട് ഞാൻ യോജിക്കുക. SNDPO ഭൂരിപക്ഷം ആളുകൾക്ക് ഇടതുപക്ഷ മനസ്സുണ്ട്. കോൺഗ്രസിലും പെട്ട ഒരുപാട് നേതാക്കൾക്ക് ഞങ്ങൾക്ക് ഇടതുപക്ഷ മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്നത്? അത് CPM ഇന്ന് ഉയർത്തുന്ന പ്രത്യയശാസ്ത്ര വിരുദ്ധതയല്ല ഇടതുപക്ഷ മനസ്സ്. ഇന്ന് കാണിക്കുന്ന അറും കൊലയും അറും കൊള്ളയുമല്ല ഇടതുപക്ഷ മനസ്സ്.
ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്ന സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ, അവന്റെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ കൂടെ നിൽക്കാൻ, ഇത് അടിതൊട്ട് മുടിവരെയുള്ള കൊള്ളക്കാർക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ളതിന് കൂട്ടു നിൽക്കണം എന്ന് പറയുന്നതാണ് ഇടതുപക്ഷ മനസ്സെങ്കിൽ അതല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.